അങ്ങനെ ഈ കൊല്ലത്തെയും ആറ്റുകാലമ്മയ്ക്കുള്ള പൊങ്കാല സമർപ്പണം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിവിടെ സിഡ്നിയിൽ വെച്ചുള്ള എൻ്റെ 3-ാം തവണത്തെ പൊങ്കാലയായിരുന്നു ഇത്തവണ ഉണ്ടായത്. ഈ 3 വർഷവും തുടർച്ചയായിട്ട് ഇടാനുള്ളൊരു ഭാഗ്യം തമ്പുരാട്ടി തന്നു. ഇത്തവണ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഏർലി ഷിഫ്റ്റ് എടുത്തു. രാവിലെ 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തി. 2-2:30 ആയപ്പോഴത്തേന് എത്തിയിട്ടാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. തലേന്ന് തന്നെ കാര്യങ്ങളെല്ലാം വാങ്ങി വെച്ചു. വൃത്തിയാക്കലും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം തലേന്ന് തന്നെ ഇന്നലെ തന്നെ ചെയ്തു വെച്ചു. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് ഓടി വന്നിട്ടാണ് ഈ ഒരു പൊങ്കാല ഇടാൻ ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. എന്നാൽ വെളുപ്പിനെ എണീറ്റ് ജോലിക്ക് പോയതിൻ്റെ ഒരു ക്ഷീണമോ ഒന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ. ഈ പൊങ്കാല ഇടാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമോ ഒന്നും ഉണ്ടാക്കാതെ, ഈവൻ യാത്രയാണെങ്കിൽ പോലും ഒരു പ്രയാസം ഉണ്ടാക്കാതെ കറക്റ്റ് സമയത്തെത്തി പൊങ്കാല ഇട്ടു, ദേവിക്ക് സമർപ്പിച്ചു. നമുക്ക് നാട്ടിൻ്റെ സമയമായിട്ടൊരു വ്യത്യാസം ഉണ്ടല്ലോ, ഒരു 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പം നാട്ടിൽ 9:15 ഭണ്ഡാര അടുപ്പിൽ തീ പകർന്നത്. ആ സമയം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 3-3:30 ആയിരുന്നു, ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ടെല്ലാം ഇവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി കേട്ടോ. കഴിഞ്ഞ കൊല്ലം ലീവ് എടുത്തിട്ടായിരുന്നു ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇട്ടത്. അപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് അതുകൊണ്ട് 2 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. ഒന്ന് ഇതുപോലെ നെയ്പ്പായസവും, രണ്ടാമത് മണ്ടപ്പുറ്റും ചെയ്തിരുന്നു. കാരണം എനിക്ക് മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് മണ്ടപ്പുറ്റ് ഞാൻ നേർന്നിട്ട് അത് ചെയ്തു. ഇത്തവണ എനിക്ക് പായസം മാത്രമേ ആക്കാൻ സമയം കിട്ടിയുള്ളൂ. എന്നാലും അതിൽ ഞാൻ വളരെ സംതൃപ്തയാണ്, ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത വർഷത്തെ പൊങ്കാല ഇതിലും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ആറ്റുകാലമ്മേ ശരണം.